ഹായ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഒരു ഹെർബൽ ബിസിനസ് ബ്രാൻഡ് തുടങ്ങാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നതും അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് നമുക്ക് ഹെർബൽ പ്രോഡക്റ്റുകളെ കുറിച്ച് അറിഞ്ഞാലും എങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങണം, അത് എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കണം, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. അതുകൊണ്ടാണ് അവരിങ്ങനെ നിൽക്കുന്നത്. കസ്റ്റമറെ എങ്ങനെ കണ്ടെത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. അപ്പം നമ്മളിങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങുമ്പം നമുക്ക് ഏറ്റവും കാര്യമായിട്ട് വേണ്ടത് ഒരു വിഷൻ തന്നെയാണ് കേട്ടോ. ഏത് പ്രൊഡക്റ്റാണ്, ആ പ്രൊഡക്റ്റിലൊരു ഐഡിയയും ഒരു വിഷനും വേണം. അതുപോലെ ഒരു ഐഡിയയും ചെറിയൊരു ഐഡിയയും കൂടി ഉണ്ടെങ്കിൽ നമുക്കൊരു ബ്രാൻഡ് തുടങ്ങാനുള്ള ചെറിയൊരു കാര്യമായി. പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഒരു ചെറിയൊരു പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ചെറിയൊരു ഐഡിയ. അങ്ങനെ ഒരു ഐഡിയ ഉള്ള ഒരാളാണ് ഒരു പ്രൊഡക്റ്റും ഒരു ഐഡിയയുമാണ് നമ്മൾ അതിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇന്ന് അതിനെക്കുറിച്ചാണ് കേട്ടോ ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം. അത് എങ്ങനെയൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം നമുക്ക് ഹെർബൽ ബ്രാൻഡ് തുടങ്ങുമ്പം ഒരു പർപ്പസും ഒരു വിഷനുമാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആ പർപ്പസും വിഷനും എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഇതിൽ പറയുന്നത്. എന്താ വെച്ചാൽ നമ്മൾ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ കൊണ്ട് ആൾക്കാരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സ് നമുക്ക് വേണം. അതുപോലെ തന്നെ നമുക്ക് അതിനെക്കുറിച്ചുള്ളൊരു നോളജ് നമുക്ക് വേണം. അതുപോലെ തന്നെ ഒരു ട്രസ്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ കസ്റ്റമർക്ക് ഇതുകൊണ്ടുള്ള ഒരു നല്ലൊരു ഉപകാരം, അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ആയിരിക്കുകയും വേണം. ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രാൻഡ് തുടങ്ങുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ്. അപ്പം നമ്മൾ ബ്രാൻഡ് തുടങ്ങുന്നത് വേറെയുള്ളവരെ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് സഹായിക്കാൻ, അതുപോലെ ട്രഡീഷണൽ നോളജ് അറിഞ്ഞുകൊണ്ട് നമ്മൾ അതിൽ പ്രോഡക്റ്റുകൾ തയ്യാറാക്കാൻ, അതുപോലെ തന്നെ നമ്മൾ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ, അതുപോലെ തന്നെ ആ ട്രസ്റ്റിലൂടെ നമ്മൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ, അങ്ങനെ ഒരു ട്രസ്റ്റും എന്തൊക്കെ ആയി കഴിഞ്ഞിട്ടാണ് അതൊരു ബ്രാൻഡാക്കി മാറ്റാൻ നമ്മൾ തീരുമാനിക്കുന്നത്. അതുപോലെ ട്രസ്റ്റ് ഇല്ലാത്ത ഒരു ബ്രാൻഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേഗം വളർന്നു കിട്ടാൻ നമുക്ക് ബുദ്ധിമുട്ടായി വരും. രണ്ടാമതായിട്ട് നമ്മൾ മാർക്കറ്റ് റിസർച്ചാണ് നടത്തേണ്ടത്. മാർക്കറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിന് ആവശ്യമുള്ളവരെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ടീനേജ് ആണോ അഥവാ സ്ത്രീകളാണോ, അതുപോലെ തന്നെ ഹെർബൽ സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ താല്പര്യപ്പെടുന്ന ആൾക്കാരാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ചിലൂടെ കണ്ടെത്തണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കസ്റ്റമറുടെ പെയിൻ പോയിന്റ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. കസ്റ്റമറുടെ പ്രോബ്ലം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്കിന്നിനെ കുറിച്ച് നമുക്ക് നല്ല അറിവ് വേണം. അതുപോലെ തന്നെ അവരുടെ ഹെയർ എങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് നമ്മൾ അവരോട് ചോദിച്ചും അതുപോലെ തന്നെ പൊതുവായ അറിവും വെച്ച് നമുക്ക് അതിനുള്ള ജ്ഞാനം നമ്മൾ നേടിയെടുക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോമ്പറ്റീറ്ററെ കുറിച്ച് പഠിക്കാൻ വേണ്ടത്. കോമ്പറ്റീറ്റർ എങ്ങനത്തെ പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, അവരുടെ പാക്കേജിങ് എങ്ങനെയാണ്, അവരുടെ പ്രൈസിങ് എങ്ങനെയാണ്, അവർ മാർക്കറ്റിൽ എങ്ങനെയുള്ള മാർക്കറ്റിംഗ് ആണ് അവർ നടത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കണം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെയുള്ളതായിരിക്കണം, അതുപോലെ എങ്ങനത്തെ പ്രൊഡക്റ്റാണ് നമ്മൾ മാർക്കറ്റിലേക്ക് നമ്മൾ ഇറക്കാൻ വിചാരിച്ചിരിക്കുന്നത്, അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഗുണമേന്മകൾ എന്തൊക്കെ, ഡിമെറിറ്റുകൾ എന്തൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ കസ്റ്റമർക്ക് എത്ര ആവശ്യമുണ്ട്, മാർക്കറ്റിൽ അത് എത്രത്തോളം ഡിമാൻഡുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ട് മനസ്സിലാക്കും. നമ്മളൊരു പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കുമ്പോൾ അതൊരു ഹീറോ പ്രൊഡക്റ്റ് ആകാൻ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഫോർമുലേഷൻ നമുക്കറിയണം. അതുപോലെ തന്നെ അതിൻ്റെ ബേസിക് കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ എങ്ങനെയാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്, എങ്ങനത്തെ ഇൻഗ്രീഡിയൻറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് നമ്മൾ തയ്യാറാക്കണം. അതുപോലെ തന്നെ അത് നമ്മൾ കസ്റ്റമർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെയാണ് അവർക്കുണ്ടാകാൻ പോകുന്ന മെറിറ്റുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിരിക്കണം. നല്ലൊരു പ്രൊഡക്റ്റാണ് ഒരു ബ്രാൻഡിൻ്റെ
ഏറ്റവും വലിയൊരു വളർച്ചയ്ക്ക് കാരണമാകുന്നത്. അപ്പോൾ ഒരു നല്ല പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് വിഷൻ ചെയ്യാനും അതുപോലെ അതിലൊരു മിഷൻ വളർത്തിയെടുക്കാനൊക്കെ നമുക്ക് നല്ലൊരു സൗകര്യമായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ലീഗൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് കാറ്റഗറി അനുസരിച്ചിട്ടുള്ള ലൈസൻസിൻ്റെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ലേബലിങ്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, അതുപോലെ ഇൻഗ്രീഡിയൻ്റ് ഡീറ്റെയിൽസ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇതുവരെ പറഞ്ഞ ബ്രാൻഡിനെ കുറിച്ചാണല്ലോ. ഒരു പ്രൊഡക്റ്റ് കൊണ്ട് മാത്രം ബ്രാൻഡാവില്ല. ബ്രാൻഡ് ആകിക്ക് നമ്മുടെ ലീഗലായിട്ട് നമ്മൾ അതിന് ഒരു പേര് നൽകണം, അതുപോലെ ഒരു ലോഗോ നൽകണം, അതുപോലെ ഒരു തീം നൽകണം. ഇതെല്ലാം നമ്മൾ ബ്രാൻഡ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ എനർജക്സ് എന്ന് ഞാൻ പേരിട്ട് എനർജക്സ് എന്നാണ്. അപ്പം നിങ്ങൾക്ക് കേൾക്കാനും അതുപോലെ എഴുതാനും അതുപോലെ എന്തെങ്കിലും പിഴവുകൾ സംഭവിക്കാതിരിക്കുന്ന ഒരു പേര് നമ്മൾ നിർദ്ദേശിക്കണം. അതുപോലെ തന്നെ അതിനൊരു ലോഗോ വേണം നമ്മുടെ ബ്രാൻഡിന്. അതുപോലെ തന്നെ അതിനൊരു തീം ഉണ്ടായിരിക്കുന്നതും നല്ലതാണ്. പിന്നെ നമ്മുടെ ഒരു സ്റ്റോറി പറയുക സോഷ്യൽ മീഡിയയിലൂടെ. നമ്മൾ അതിനൊരു പ്ലാറ്റ്ഫോം ഇൻസ്റ്റാഗ്രാമോ അതുപോലെ ഫേസ്ബുക്കോ യൂട്യൂബോ ഒക്കെ തിരഞ്ഞെടുത്തിട്ട് നമ്മളിത് ഈ ബ്രാൻഡ് തുടങ്ങാനും എങ്ങനെയാണ് ഈ ബ്രാൻഡായി വളർന്നതും ഒക്കെ ഉള്ളൊരു സ്റ്റോറി നമ്മൾ തയ്യാറാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഒരു ബ്രാൻഡ് വളരാനുള്ള ഏറ്റവും വലിയ നല്ലൊരു മാർഗം. ഏറ്റവും ചെറിയൊരു ബ്രാൻഡായാലും സോഷ്യൽ മീഡിയ വഴി നമുക്ക് ഇപ്പം വേഗം വളർത്താൻ കഴിയും നമ്മുടെ വീഡിയോസിലൂടെയും. അപ്പം നമ്മൾ വീഡിയോസ് എങ്ങനെയാണ് ചെയ്യലെന്ന് പഠിക്കണം. അതുപോലെ കൺസിസ്റ്റൻസി ആയിട്ട് വീഡിയോ ചെയ്യണം. ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റഗ്രാം പോലെയുള്ള പ്ലാറ്റ്ഫോമുകൾ നമ്മൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ ബ്രാൻഡിൻ്റെ പൊസിഷൻ നമ്മൾ അതിൽ നടത്തണം. അങ്ങനെ നമുക്ക് ഓർഗാനിക്കായിട്ട് തന്നെ അതിൽ നിന്ന് സെയിൽ നമുക്ക് വരാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ വളർന്ന് വലുതാകുന്നത് വരെ നമ്മളൊരു ജേണി അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുക. അങ്ങനെ നമ്മുടെ വളർച്ച നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എത്തിയിട്ടും വീണ്ടും നമ്മൾ വളരാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് ഒരു ബ്രാൻഡ് വളർത്താനുള്ള മാർഗങ്ങൾ.